നമുക്കറിയാം മഹാപാപ പരിഹാര ദിനം അല്ലേ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്. മഹാപാപ പരിഹാര ദിനത്തിലാണ് ഒരു മഹാപുരോഹിതൻ തന്റെ കുടുംബത്തിന്റെയും ഇസ്രായേൽ ജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നത്. അങ്ങനെയാണ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അതിനെ ഒരു ഏഴായിട്ട് തരംതിരിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ മഹാപുരോഹിതന്റെ ഉത്തരവാദിത്വം, ഒരു ഇസ്രായേൽ മഹാപുരോഹിതൻ അല്ലെങ്കിൽ ഒരു പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പാപപരിഹാര ദിനത്തിൽ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതന് പ്രവേശനമുള്ളൂ. നമുക്കറിയാം ലേവ്യർ 16:2, ഞാൻ പെട്ടെന്ന് റെഫറൻസ് പറഞ്ഞു പോവാം. ലേവ്യർ 16:2 നമുക്കത് കാണുവാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രം അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശനം ഉള്ള ഒരു മഹാപുരോഹിതൻ, ആ പാപപരിഹാര ദിനത്തിലാണ് പ്രവേശനം. 7-ാം മാസം 10-ാം തീയതി എന്ന് നമുക്കറിയാം. അങ്ങനെ ഈ മഹാപുരോഹിതൻ എന്താണ് ധരിക്കുന്നത്? അദ്ദേഹം ധരിക്കുന്നത് പ്രത്യേക വസ്ത്രങ്ങളാണ്, അല്ലെ? ഈ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ച് എന്തിനാണ്? വിശുദ്ധിയും എളിമയും കാണിക്കുന്നതിനു വേണ്ടി ലിനൻ വസ്ത്രങ്ങളാണ് ഈ മഹാപുരോഹിതൻ ധരിക്കുന്നത്. ലേവ്യർ 16:4 നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്, എന്താണ് ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്? ഈ വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധിയെയും എളിമയും കാണിക്കുന്ന മഹാപുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറിയിട്ട് എന്താണ് ഒരു മഹാപുരോഹിതൻ ചെയ്യുന്നത്? തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും യാഗങ്ങൾ ആദ്യം അർപ്പിക്കും, അല്ലെ? പാപപരിഹാരത്തിനായി അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഒരു കാളയെ അർപ്പിക്കുന്നത്. ലേവ്യർ 16:6 നമുക്കത് കാണാൻ പറ്റും. ഒരു കാളയെ തന്റെയും തന്റെ കുടുംബത്തിന് വേണ്ടിയും അർപ്പിക്കും യാഗമായി. അത് കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഈ രക്തം കൊണ്ടുപോയി, യാഗം അർപ്പിച്ച് അതിന്റെ രക്തം കൊണ്ടുപോയി, കാളയുടെ രക്തവും പിന്നീട് കോലാട്ട് കൊറ്റൻ രക്തവും. അപ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 2 കോലാട്ട് കൊറ്റന്മാരെ, അല്ലെ, 2 കോലാട്ടൻ കൊറ്റന്മാരെ കൊണ്ടുപോയി ഒരു കോലാട്ട് കൊറ്റനെ യാഗമായി അർപ്പിക്കും. ആർക്ക് വേണ്ടി? ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി. തന്റെയും തന്റെ കുടുംബത്തിന് വേണ്ടി മഹാപുരോഹിതൻ കാളയെ യാഗം അർപ്പിക്കും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി കോലാട്ട് കൊറ്റനെ യാഗം അർപ്പിക്കും. അങ്ങനെ ഇത് രണ്ടിനെയും അർപ്പിച്ചിട്ട് അതിന്റെ രക്തം എടുത്ത് എന്താണ് ഈ മഹാപുരോഹിതൻ ചെയ്യുന്നത്? കൃപാസനത്തിന്മേലും അതിന്റെ മുന്നിലും ഒക്കെ തളിക്കും. അത് നമുക്ക് ലേവ്യർ 16:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ കൃപാസനം എന്താണ്? മേഴ്സി സീറ്റ് എന്ന് പറയുന്നത് ഉടമ്പടി പെട്ടകത്തിന്റെ ഒരു ലിഡാണ്, അല്ലെങ്കിൽ ഉടമ്പടി പെട്ടകത്തിന്റെ ഒരു ആവരണം അല്ലെങ്കിൽ ഒരു മൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. ഉടമ്പടി പെട്ടകം, അതായത് ആർക്ക് ഓഫ് ദ കവനന്റ് അതിവിശുദ്ധ സ്ഥലത്തിലാണ് വെക്കുന്നത്. അത് ക്രിസ്തുവിന്റെ യാഗത്തിന് ഒരു മുന്നോടിയാണ്. ഇറ്റ് ഫോർഷാഡോസ് ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഉടമ്പടി പെട്ടകത്തിന്റെ മൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. ആ കൃപാസനത്തിന്മേൽ ഈ രക്തം തളിക്കും മഹാപുരോഹിതൻ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? മഹാപുരോഹിതൻ ജനത്തിന് വേണ്ടി പാപപരിഹാരം നടത്തും, അല്ലെ? ഇസ്രായേൽ ജനത്തിന് വേണ്ടി പാപപരിഹാര യാഗമായി കർത്താവിനായി ചീട്ടിട്ട് തെരഞ്ഞെടുത്ത ഒരു ആടിന്റെ രക്തം അർപ്പിക്കും, അല്ലെ? ഇപ്പൊ 2 കോലാട്ട് കൊറ്റന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു കോലാട്ട് കൊറ്റന്റെ രക്തം യഹോവയ്ക്ക് വേണ്ടി ചീട്ടിട്ടിട്ട് അത് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അർപ്പിക്കും. അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി മഹാപുരോഹിതൻ അർപ്പിക്കും. ഈ യാഗം പാപങ്ങളിൽ നിന്ന് ജനത്തെ ശുദ്ധീകരിക്കും. ഇതിങ്ങനെ എല്ലാ വർഷവും ചെയ്തു പോരുന്ന ഒരു യാഗമായിരുന്നു. നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ഒരു ആടിന്റെ രക്തം അർപ്പിച്ചു. ഇനി മറ്റേ ആടിനെ എന്ത് ചെയ്യും? നമുക്കറിയാം, ആ കോലാട്ട് കൊറ്റനെ ജനങ്ങളുടെ പാപങ്ങൾ അതിന്മേൽ വെക്കും. ഏതാ? ആ രണ്ടാമത്തെ കോലാട്ട് കൊറ്റന്റെ പുറത്ത് ജനങ്ങളുടെ പാപങ്ങളെ വെച്ചിട്ട് മരുഭൂമിയിലേക്ക് അയക്കും. നമുക്കത് ലേവ്യർ 16:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഒരു കോലാട്ട് കൊറ്റന്റെ രക്തം ജനങ്ങളുടെ പാപപരിഹാരത്തിനായി യാഗമർപ്പിച്ചിട്ട് മറ്റേ കോലാട്ട് കൊറ്റനെ അതിന്റെ പുറത്ത് ഈ ജനങ്ങളുടെ പാപങ്ങളെ നിറച്ച് അതിനെ മരുഭൂമിയിലേക്ക് അയക്കും. അങ്ങനെ ആ കുറ്റബോധവും പാപവും നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത്തെ കോലാട്ട് കൊറ്റനെ മരുഭൂമിയിലേക്ക് അയക്കുന്നത്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ അതായത് മഹാപുരോഹിതൻ തന്നെയും സമാഗമന കൂടാരത്തെയും ശുദ്ധീകരിക്കും, അല്ലെ? നമുക്ക് ലേവ്യർ 16:23 മുതൽ 28 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യാഗങ്ങൾക്ക് ശേഷം എന്താണ് മഹാപുരോഹിതൻ ചെയ്യുന്നത്? കുളിച്ച് താൻ വസ്ത്രം മാറി മാലിന്യമൊക്കെ നീക്കി യാഗപീഠവും സമാഗമന കൂടാരവും ഒക്കെ ശുദ്ധീകരിക്കും. ഇങ്ങനെ 7 വിധ കാര്യങ്ങളാണ് ഒരു മഹാപുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചത് വർഷത്തിൽ ഒരിക്കൽ മഹാപാപ പരിഹാര ദിനത്തിലാണ് മഹാപുരോഹിതൻ യാഗമർപ്പിക്കുന്നത്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുന്നത്. ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എങ്ങനെയാണ് കയറുന്നത്? പ്രവേശനം ലഭിക്കുന്നത് താൻ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചാണ്, അല്ലെ? വിശുദ്ധിയെയും എളിമയും കാണിക്കുന്ന പ്രത്യേക ലിനൻ വസ്ത്രങ്ങൾ, പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് മഹാപുരോഹിതൻ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ പ്രവേശിക്കുന്നത്. പിന്നീട് താൻ എന്താ ചെയ്യുന്നത്? തനിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കും. എന്താണ് ചെയ്യുന്നത്? കാളക്കുട്ടിയെ യാഗമായി അർപ്പിക്കും, തന്റെയും തന്റെ കുടുംബത്തിന്റെയും പാപപരിഹാരത്തിനായി. പിന്നീട് താൻ എന്താ ചെയ്യുന്നത്? താൻ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഒരു ആടിന്റെ രക്തവും കാളയുടെ രക്തവും കൊണ്ടുപോയി
കൃപാസനത്തിന്മേൽ തളിക്കും. കൃപാസനം എന്താണ്? കൃപാസനം എന്ന് പറയുന്നത് ഉടമ്പടി പെട്ടകത്തിന്റെ മൂടിയാണ്, അല്ലെങ്കിൽ ഉടമ്പടി പെട്ടകത്തിന്റെ ആവരണമാണ്, അല്ലെ? അതിന്റെ ഒരു ലിഡാണ്. ആ കൃപാസനത്തിന്മേൽ തളിക്കും. ഇത് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഒരു മുന്നോടിയാണ്. പിന്നീട് താൻ ചെയ്യുന്നത് ജനത്തിന് വേണ്ടി പാപപരിഹാരം നടത്തും. അതായത് താൻ യഹോവയ്ക്കായി ചീട്ടിട്ട ആ കോലാട്ടുകൊറ്റന്റെ രക്തം അർപ്പിക്കും, അല്ലെ? അർപ്പിച്ചിട്ട് രണ്ടാമത്തെ കോലാട്ടുകൊറ്റന്റെ പുറത്ത് ജനത്തിന്റെ പാപത്തെ വെച്ചുകൊണ്ട് അതിനെ മരുഭൂമിയിലേക്ക് നയിക്കും, അല്ലെ? മരുഭൂമിയിലേക്ക് അയക്കും. അല്ലെങ്കിൽ അങ്ങനെ അവസാനമായി താൻ ചെയ്യുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് യാഗങ്ങളെല്ലാം കഴിഞ്ഞ് തന്നെ തന്നെയും ആ കൂടാരത്തെയും ശുദ്ധീകരിക്കും, അല്ലെ? താൻ കുളിച്ച് വസ്ത്രമൊക്കെ മാറി മാലിന്യമൊക്കെ മാറ്റി താൻ സമാഗമന കൂടാരത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഒക്കെ ശുദ്ധീകരിക്കും. ഇങ്ങനെ 7 വിധ കാര്യങ്ങളാണ് ഒരു മഹാപുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ തന്നെയും തനിക്കും തന്റെ കുടുംബത്തിനും ഇസ്രായേൽ ജനതയ്ക്കും വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. മഹാപുരോഹിതൻ, ഒരു ഇസ്രായേലിനായ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ ഉള്ള ഒരു മഹാപുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്, അല്ലെ? അതുകൊണ്ട്, അല്ലെങ്കിൽ ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. അപ്പോൾ ഒരു പഴയ നിയമത്തിലുള്ള മഹാപുരോഹിതൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കണ്ടു. അങ്ങനെ ആ ചെയ്യുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ ചെയ്യുന്ന മഹാപുരോഹിതനേക്കാളും കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാകുന്നത്? ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, 14-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. ഈ മഹാപുരോഹിതന്മാർ ഒന്നും, അല്ലെ, ഈ നമ്മള് പഴയ നിയമത്തിൽ കണ്ട മഹാപുരോഹിതന്മാരൊന്നും ആകാശത്തിൽ കൂടി കടന്നു പോയ ഒരു ശ്രേഷ്ഠനല്ലായിരുന്നു, അല്ലെ? അപ്പോൾ അവരൊക്കെ ഈ ഭൂമിയിൽ യാഗങ്ങൾ ചെയ്ത മഹാപുരോഹിതന്മാരായിരുന്നു. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് താൻ ആകാശത്തിലൂടെ കടന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണുന്നത്, അല്ലെ? കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട്. ആകയാൽ ദൈവപുത്രനായ യേശു എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെയാണ് എബ്രായ ലേഖന കർത്താവ് ഈ 14-ാം വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവമായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു മഹാപുരോഹിതൻ, അല്ലെ? അപ്പൊ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് താൻ ദൈവമാണ്, താൻ ദൈവപുത്രനാണ്, താൻ ആകാശത്തിലൂടെ കടന്നു പോയൊരു ദൈവപുത്രൻ, അല്ലെങ്കിൽ ആകാശത്തിലൂടെ കടന്നു പോയൊരു മഹാപുരോഹിതനാണ്. അപ്പൊ പഴയ നിയമത്തിലെ ന്മാരെക്കാൾ ഒക്കെയും ശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. എങ്ങനെയാണ്? നമ്മൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ചെയ്യുന്നത് ആടിനെ യാഗം കഴിക്കുകയായിരുന്നു ജനത്തിന് വേണ്ടി, അല്ലെ? കാളക്കുട്ടിയെ തനിക്കും തന്നെ കുടുംബത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ട് ഒരു കോലാട്ട് കൊറ്റനെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി യാഗം കഴിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിൽ നിന്ന് വ്യത്യസ്തനാകുന്ന എങ്ങനെയാണ്? തന്റെ സ്വന്തം ജീവനെ നമുക്കായി നൽകി, അല്ലെ? പാപപരിഹാര യാഗമായി തന്നെ തന്നെ നൽകിയാണ് കർത്താവായ യേശു ക്രിസ്തു പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത്, അല്ലെ? അത് തന്നെയാണ് തന്നെ ശ്രേഷ്ഠനാകുന്നതും. യാഗത്തിന് ആടിനെ യാഗം കഴിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആടിനെ യാഗമായി ചെയ്യുന്നതിനേക്കാൾ വർഷത്തിൽ ഒരിക്കൽ പാപപരിഹാര ദിനത്തിൽ മാത്രം ആടിനെ യാഗം കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഒരു യാഗമാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തെ ക്രൂശിന്മേൽ കയറ്റി താൻ പാപപരിഹാരമായി തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി അർപ്പിച്ച് തന്റെ രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്നത്. പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാരൊന്നും തന്നെ തന്നെ യാഗമായി കഴിച്ചില്ല, അല്ലെങ്കിൽ തന്നെ തന്നെ യാഗമായി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അർപ്പിച്ചില്ല. മറിച്ച് ആടിനെയാണ്, അല്ലെ, ആടിന്റെ രക്തമാണ് കൃപാസനത്തിന്മേൽ തളിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് തന്റെ സ്വന്തം ശരീരത്തെ നമുക്കായി യാഗം അർപ്പിച്ചു, അല്ലെ? ക്രൂശിന്മേൽ അനുസരണമുള്ളവനായി ദൈവഹിതപ്രകാരം നമ്മുടെ പാപങ്ങളുടെ വീണ്ടെടുപ്പിനായി നമുക്ക് യാഗമായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു എന്നുള്ളതാണ് തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന ഒന്നാമത്തെ ഘടകം. പിന്നീട് താൻ എന്തുവാ ചെയ്തത്? താൻ തന്റെ ജഡത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി വേർപാടിന്റെ നടിച്ചൂർ ഇടിച്ചു കളഞ്ഞു. നമ്മൾ എഫേസ്യ ലേഖനം 2 വായിക്കുന്നുണ്ട്, അല്ലെ? വേർപാടിന്റെ ശത്രുത്വം ഇല്ലാതാക്കി. ഇപ്പോൾ നാമും ദൈവവും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ശത്രുത്വം വന്നത്? ഏതൻ തോട്ടത്തിൽ ഉണ്ടായ ശത്രുത്വമാണല്ലോ, അല്ലെ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു, പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ വിശുദ്ധനായാണ് സൃഷ്ടിച്ചത്, അല്ലെ? ഫുൾ ഗ്ലോറിയിലാണ്, മുഴുവൻ തേജസ്സിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു ശത്രുത്വം ഉണ്ടായി.
ആ ശത്രുത്വത്തെ ഇല്ലാതാക്കിയത് പഴയ നിയമത്തിലെ യാതൊരു മഹാപുരോഹിതനുമല്ല, മറിച്ച് പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവാണ് ആ ശത്രുത്വം ഇല്ലാതാക്കിയത്. എങ്ങനെയാണ് ആ ശത്രുത്വം ഇല്ലാതാക്കിയത്? തന്റെ ജഡത്താൽ, തന്റെ ക്രൂശ് മരണത്താൽ ദൈവവും നാമും തമ്മിൽ ഉണ്ടായിരുന്ന വേർപാടിന്റെ ശത്രുത്വം ഇല്ലാതാക്കി. തന്റെ ജഡത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഇല്ലാതാക്കി. ആ ന്യായപ്രമാണം ഇടയ്ക്കുണ്ടായിരുന്നു. ന്യായപ്രമാണം ഒരു ഗാർഡിയൻ ആയിരുന്നു, അല്ലേ? ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്നില്ല, മറിച്ച് നമ്മുടെ പാപങ്ങൾക്ക് ഒരു ബോധം, അല്ലെ പാപങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം വരുത്തുക മാത്രമാണ് ന്യായപ്രമാണം ചെയ്തത്. എന്നാൽ പാപങ്ങൾക്ക് ബോധം വരുത്തുക മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുന്ന ഒരു യാഗമാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്കായി അർപ്പിച്ചത്, അല്ലെ? അങ്ങനെ തന്റെ ക്രൂശ് മരണത്താൽ ന്യായപ്രമാണം എന്ന ശത്രുത്വമില്ലാതാക്കി ആ വേർപാടിനെ നടിച്ചുരുടിച്ചു കളഞ്ഞു. ഇപ്പോൾ നാമും ദൈവവും തമ്മിൽ വേർപാടില്ല, മറിച്ച് നാമും ദൈവവും തമ്മിൽ സംസർഗമുള്ളത്, അല്ലെ? വേർപാടിന് നടിച്ചുവർ ഉണ്ടായിരുന്നത് കർത്താവായ യേശു ക്രൂശ് മരണത്താൽ ഇടിച്ച് കളഞ്ഞ് നാമും ദൈവവും തമ്മിൽ ഇപ്പോൾ സംസർഗത്തിലായിരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താല. അങ്ങനെ തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്നുള്ളത്. നാമും ദൈവവും തമ്മിൽ വീണ്ടും സംസർഗത്തിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. അത് തന്നെയാണ് തന്നെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കുന്ന മറ്റൊരു ഘടകം. ദൈവവും നാമും തമ്മിൽ നിലനിന്ന ശത്രുത്വം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്കോ പ്രവാചകന്മാർക്കോ രാജാക്കന്മാർക്കോ ഒന്നും പരിഹരിക്കുവാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണത്താൽ നാമും ദൈവവും തമ്മിൽ നിലനിന്നിരുന്ന ശത്രുത്വം ഇല്ലാതാക്കി എന്നുള്ളത്. പിന്നീട് എന്താ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്? ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി, അല്ലെ? ശത്രുത്വം ഉണ്ടായിരുന്നുകൊണ്ട് നാമും ദൈവവും തമ്മിൽ വളരെയധികം അകലത്തിലായിരുന്നു, അല്ലെ? ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കിയ തന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാമും ദൈവവും തമ്മില് നാം ദൈവത്തോട് കൂടെ നടന്നിരുന്നു, അല്ലെ? പാപത്തിന് മുമ്പ്, അല്ലെങ്കിൽ പാപം സംഭവിക്കുന്നതിന് മുമ്പ്, അല്ലെ? ആദമും ഹവ്വയും ദൈവത്തോട് കൂടെ നടന്നു. അവർ ദൈവം പറഞ്ഞതൊക്കെയും കേട്ട് നടന്നിരുന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന്, അല്ലെ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയായി തീർന്നു? അവർ ദൈവവുമായി അകലത്തിലായി തീർന്നു, അല്ലെ? നമ്മുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിക്കുന്നത്. നാം ദൈവത്തോടു കൂടി നടക്കുമ്പോൾ വിശുദ്ധിയിൽ നടന്ന് ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു കാലത്തിൽ നാം പാപത്തിലേക്ക് തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ശത്രുത്വം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നാം വചനം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയില്ല, ദൈവം പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് നമ്മുടെ പാപ വഴികൾ നടക്കാനുള്ളൊരു മോഹം കൊണ്ട് നാം അതിൽ നടന്ന് അതിൽ സുഖം കണ്ടെത്തുന്ന രീതിയാണ് നമ്മുടെ, അല്ലേ? എന്നാൽ വചനം പറയുന്നത് എന്താണ്? തിരികെ വരിക, കർത്താവിലേക്ക് തിരികെ വരിക, ക്രൂശിലേക്ക് തിരികെ വരിക. അവിടെയാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്, അവിടെയാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. അവിടെ വന്നാൽ പിന്നീട് നമുക്ക് നമ്മുടെ പാപത്തെപ്പറ്റി അതിനെപ്പറ്റി ഒരു ദുഃഖം തോന്നേണ്ട കാര്യമില്ല, ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പാപം പരിഹരിച്ച് കഴിഞ്ഞതാണ്. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം നാം പാപക്ഷമ കൊണ്ട് കർത്താവിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ളത് കർത്താവിന്റെ രക്തത്തിന് മാത്രമാണ്. നാം ചെയ്യേണ്ടത് കർത്താവിലേക്ക് നാം തിരികെ വരിക, കർത്താവിനോട് കൂടെ നടക്കുക, എന്നും നടക്കുക, കർത്താവിൽ നിന്ന് മാറാതെ, ഈ ലോകത്തിലെ മോഹങ്ങളിൽ അടിമപ്പെടാതെ, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടാതെ കർത്താവിനോട് കൂടെ എന്നും നടക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആടിനെയല്ല യാഗം കഴിച്ചത്, കാളക്കുട്ടിയല്ല യാഗം കഴിച്ചത്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി തന്നെത്താനാ യാഗമായി അർപ്പിച്ചത്, അല്ലെ? അപ്പൊ ആ യാഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ പാപപരിഹാര യാഗത്തെപ്പറ്റി നാം ഓർക്കുമ്പോൾ, എല്ലാ ദിവസവും നാം കർത്താവിനോട് നടക്കുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ പാപപരിഹാര യാഗമാണ്, അല്ലെ? ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ യാഗമായി തീർന്ന് താൻ മരിച്ചു. ആ മരിച്ചു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ അതാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മെ അനുദിനം കർത്താവിനോടുകൂടി നടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു യാഗമായി തീരുന്ന കർത്താവ്, ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ്, ദൈവമായിരുന്നവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച്, മനുഷ്യനായി ജീവിച്ച്, പാപരഹിതനായി ജീവിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അതൊരു പ്രിവിലേജ് ആണ്. അതൊരു പ്രിവിലേജായി നാം കണക്കാക്കി തന്നോട് കൂടെ നാം നടക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവപുത്രനായ യേശു ക്രിസ്തു എങ്ങനെയാണ് ആകാശത്തിലൂടെ കടന്നുപോയത്? നമുക്കറിയാം. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ യാഗമായി തീർന്നു, താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു,
അനേകർക്ക് പ്രത്യക്ഷമായ ശേഷം താൻ എന്തോ ചെയ്തു? താൻ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു, അല്ലെ? ഒക്കെ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അനേകർക്ക് പ്രത്യക്ഷനായ ശേഷം ദൈവത്തിന്റെ സമയത്ത് താൻ സ്വർഗാരോഹണം ചെയ്തു, താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ആകാശത്തിലൂടെ കടന്നുപോയെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 സ്വർഗങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണപ്പെടുന്നത്, അല്ലേ? നമുക്ക് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് അന്തരീക്ഷതല സ്വർഗമാണ്, അല്ലെ? ഈ ഭൂമിയൊക്കെ കവർ ചെയ്യുന്ന സ്വർഗം. പിന്നീടുള്ളത് നക്ഷത്ര സ്വർഗമാണ്, ആകാശത്തിന് പുറത്ത് കവർ ചെയ്യുന്ന ഒരു സ്വർഗം. പിന്നീടാണ് 3-ാം സ്വർഗത്തിലേക്ക് അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അങ്ങനെ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്നാലേ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ 2 സ്ഥലങ്ങൾ താണ്ടിയാണ് 3-ാം സ്ഥലത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് യാഗത്തിനായി ചെല്ലുന്നത്. അവിടെ വർഷത്തിൽ ഒരിക്കലേ ചെല്ലുവാൻ പറ്റുകയുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ ചെന്നില്ലെങ്കിൽ മഹാപുരോഹിതൻ വേറെ ആരെങ്കിലും ചെന്നാൽ അതിന് മഹാപുരോഹിതൻ അല്ലാത്ത ഒരാൾ ചെന്നാൽ കൊല്ലപ്പെടുമെന്ന് നമുക്കറിയാം. അപ്പൊ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ ഈ പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്നാണ് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ കടക്കുന്നത്. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഈ അന്തരീക്ഷ സ്വർഗവും നക്ഷത്ര സ്വർഗവും കഴിഞ്ഞ് 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ സ്വർഗാരോഹണം ചെയ്യപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം അവിടെ ഇരുത്തി. നമ്മൾ സങ്കീർത്തനം 110 നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ വലതുഭാഗത്തിരുത്തി. അവിടെയും കർത്താവിന്റെ മഹാപൗരോഹിത്യം തീർന്നില്ല, മറിച്ച് എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്? ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെയാണ് നാം കർത്താവിൽ കാണുന്നത്, അല്ലെ? അപ്പോൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ യാഗങ്ങൾ അർപ്പിച്ച് കൂടാരം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം മഹാപാപ പരിഹാര ദിനത്തിലാണ് പിന്നെ വരുന്നത്. പിന്നെ പുള്ളിയുടെ പരിപാടിയില്ല, പിന്നെ പുള്ളിയുടെ ജോലി അവിടെ കൊണ്ട് തീരും. പിന്നെ അടുത്ത വർഷം ഒരു ദിവസമേ വരുന്നുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. താൻ ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്നു, താൻ മരിച്ചു, താൻ അടക്കപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. അവിടെ കൊണ്ടും തീർന്നില്ല. താൻ ഇപ്പോഴും മഹിമയിൽ, ഉയരത്തിൽ മഹിമയുടെ വലത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ഹീസ് എ ഫെയ്ത്ത്ഫുൾ അഡ്വക്കേറ്റ് ഫോർ us, അല്ലേ? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തോട്. നാം ഓരോ ദിവസവും പാപം ചെയ്യുമ്പോൾ നമ്മൾ 1 യോഹന്നാൻ 1:9 ഒന്ന് വായിക്കാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 1 യോഹന്നാൻ 1:9 നമ്മൾ കാണുന്നുണ്ട്. എന്താണ് കർത്താവ് ചെയ്യുന്നത്? 1 യോഹന്നാൻ 1:9. നാം പാപം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇത്ര വലിയൊരു പ്രോമിസ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. എന്താണ് കർത്താവ് എന്താണ് പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു, അല്ലേ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിനെ നാം കാണുന്നുണ്ട്, അല്ലെ? മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് കർത്താവ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങൾ തീർന്നില്ലല്ലേ? നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടു എങ്കിൽ പോലും നമ്മുടെ ജഡം ഇതുവരെ പാപത്തിൽ നിന്ന് മുക്തമായിട്ടില്ല, അല്ലെ? നമ്മുടെ ജഡത്തിന്റെ ഒരു റിഡംഷൻ അല്ലെങ്കിൽ ജഡത്തിന്റെ ഒരു വീണ്ടെടുപ്പ് ഇപ്പോഴും നടന്നിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇനി കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോഴേ നടക്കുകയുള്ളൂ. അതുവരെ നാം പാപത്തിലാണ്, ഇപ്പോൾ പാപലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നാം ദിനംതോറും പാപം ചെയ്യുമ്പോൾ നാം എന്താണ് അതിന് റെസ്പോൺസായിട്ട്, അതിനൊരു റെസൊല്യൂഷനായിട്ട് നാം ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയണം, അല്ലെ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ജഡത്തിൽ നാം ജീവിക്കുമ്പോൾ നാം പാപം ചെയ്യും, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പാപം ചെയ്യും. എന്നാൽ ആ പാപത്തിൽ തുടരുകയല്ല, മറിച്ച് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഇഫ് യു കൺഫെസ് യുവർ സിൻസ്, ഗോഡ് എക്സ്പെക്ട്സ് us to confess our sins, റൈറ്റ്? അങ്ങനെ കൺഫെസ് ചെയ്യുമ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? അതാണ് നാം വായിച്ചത്. അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്ക വിശ്വസ്തനും നീതിമാനുമാകുന്നു, അല്ലെ? നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്. നാം പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്ന് മാറി നടക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് നാം പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. അതൊരു വാഗ്ദത്തമാണ്, അതൊരു പ്രോമിസ് ആണ്.
നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്, അല്ലെ? എത്ര വലിയൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്ന ഒരു കർത്താവ്, നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ്, വിശ്വസ്തനായ ഒരു കർത്താവ്, നീതിമാനായ ഒരു കർത്താവ്. കർത്താവിന് എത്ര നാമങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു, അല്ലേ? അനീതി പോക്കുന്ന ഒരു കർത്താവ്. എന്തുകൊണ്ടാണ്? കാരണം താൻ നീതിയുടെ രാജാവായതുകൊണ്ടാണ്. താൻ നീതിയുടെ ദൈവമായിരിക്കുന്നതുകൊണ്ടാണ് സകല അനീതിയും തനിക്ക് പോക്കുവാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അനീതിയുള്ള ഒരു രാജാവാണെങ്കിൽ അനീതിയെ പോക്കുവാൻ പറ്റുകയില്ല, അല്ലേ? അപ്പൊ അനീതിയെ പോക്കുന്നതിന് കാരണം താൻ നീതിയുള്ളവനായതുകൊണ്ടാണ്, നീതിയുടെ ദൈവമായതുകൊണ്ടാണ്. നമ്മെ ശുദ്ധീകരിക്കുന്ന എന്തുകൊണ്ടാണ്? താൻ പാപരഹിതനായതുകൊണ്ടാണ്. പാപമുള്ളവനാണെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പാപമില്ലാത്ത തന്നെയാണ് യേശുക്രിസ്തുവിനെ പാപങ്ങളെ പോക്കുവാൻ ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നീട് എന്തോ പറയുന്നത്? താൻ വിശ്വസ്തനാണ്, അല്ലെ? വിശ്വസ്തയുടെ നിറകുടമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഫോർ എവർ. പിന്നീട് പറയുന്നത് താൻ നീതിമാനാണ്. എന്ന് മുമ്പേ പറഞ്ഞതുപോലെ താൻ നീതിയുടെ രാജാവാണ്. അപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താണ് ചെയ്യുന്നത്? നാം ഇപ്പോൾ പാപം ചെയ്യുമ്പോൾ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ താൻ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുക ചെയ്യുന്നു. ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എവറി ഡേ ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ അഡ്വക്കേറ്റ്. വെൻ വി കൺഫെസ് അവർ സിൻസ്, he regenerates us. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹി മേക്സ് us holy every day. അതൊരു പ്രോസസ്സാണ്, എവറി ഡേ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. When we confess our sins, he forgives our sins. നമ്മുടെ പാപങ്ങളെ താൻ ക്ഷമിക്കും, നമുക്ക് പാപമോചനം നൽകി തരും. അങ്ങനെ he makes us holy every day. അങ്ങനെ നാം എല്ലാ ദിവസവും റിജുവിനേറ്റ് ആകുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെയാണ് നാം സേവിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ദൈവപുത്രനായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി എബ്രായ ലേഖന കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോളൂ. ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആദ്യം എബ്രായ ലേഖന കർത്താവ് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെ അവതരിപ്പിച്ചു. എങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവെന്ന് നാം ഈ വാക്യത്തിൽ നമ്മൾ കണ്ടു. ആ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അനേകർക്ക് പ്രത്യക്ഷമായ ശേഷം സ്വർഗാരോഹണം ചെയ്ത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ നമുക്ക് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അവിടെ ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. പഴയ നിയമത്തില് പ്രാകാരത്തെയും വിശുദ്ധ സ്ഥലത്തെയും കടന്ന് അതിവിശുദ്ധ സ്ഥലത്തിലേക്കാണ് പഴയ മഹാപുരോഹിതൻ കടക്കുന്നത്. എന്നാൽ ഇവിടെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു കർത്താവിനെ നാം കാണുന്നു. അങ്ങനെ പുതിയ നിയമത്തിൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ തന്നെത്താൻ യാഗം കഴിച്ച് സ്വർഗത്തിലൂടെ കടന്ന് നമ്മുടെ വിശ്വാസത്തെ കളയാതെ മുറുകെ പിടിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടാ പോയിരിക്കുന്നത്.